പോവാണേ, സമയമായി. ഹാ ഇച്ചിരി താമസിച്ചായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേനും വണ്ടി വന്ന് അതുകൊണ്ട് പെട്ടെന്ന് കയറി പോന്നു. ഇവിടെ ഉള്ളവരെ കൊണ്ട് വിട്ടിട്ട് അപ്പുറത്തോട്ട് പോകും. കല്ലിൻ്റെ പണി കഴിഞ്ഞല്ലേ? ഈ പണിയെല്ലാം കഴിഞ്ഞു. എൻ്റെ ഫോട്ടോ എടുക്കാമോ? ചുമ്മാ അടഞ്ഞോ കുരയ്ക്കാടാ, ഓടി വരണേ. നൂറാൻ കഴിഞ്ഞ പിന്നെ നാളെ വിഷു, പിന്നെ ഉടനെ മീത അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഈ കഴിക്കാൻ പോകുന്നുള്ളൂ. സമയം പോയി. അച്ഛയുടെ അമ്മ, അച്ഛയുടെ അച്ഛൻ വിജയപ്പനെ കണ്ടു. എടി ഈ ഫോട്ടോ തന്നെ കോട്ടയത്തോട്ട് ഇരിക്കുന്നേ. കളർ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആങ്ങള തന്നെ. ഫാനിടോ? ഫാൻ ഇത്ര ഉള്ളോ? ഇത്ര കാറ്റുള്ളോ? അയ്യോ, ഇതെന്നാ അത് ചൂടിങ്ങനെ. ആ തക്കോലായിരുന്നു അത്. ഞാൻ നോക്കി, ഒരു താക്കോലിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അവനോട് തിരിച്ചിട്ടു. കൃഷ്ണന്റെ താക്കോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്യാമളമ്മയ്ക്ക് തയ്ച്ച നൈറ്റി കണ്ടോ? മീര വിഷുവിന്. ഇതടുത്ത നൈറ്റി. ഇന്ന് ചതയമായതുകൊണ്ട് SNDP-യിൽ ചോറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ കടയുടെ തൊട്ടടുത്താണല്ലോ SNDP. പോയിട്ടോ
പിന്നെ പച്ചക്കറിയുടെ ബാക്കി 2000. പിന്നെ രമ്യ ചേച്ചിയുടെ കടയിൽ പച്ചക്കറി വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. തീർന്നില്ലല്ലോ അല്ലേ? കോഴിത്തോടൊരു കല്യാണം ഉണ്ടായിരുന്നേ. അപ്പൊ അത് പോയി കഴിഞ്ഞു വന്നാണോ? കുട്ടാപ്പി പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞിട്ടാ വന്നേ. അങ്ങനെ വയറ് നിറച്ച് നല്ലൊരു സദ്യ അങ്ങോട്ട് കഴിച്ച് പായസം. വേണ്ടേ? അയ്യോ കൊടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞ് ഒക്കെ ഉള്ളു, 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വീടിനാകോ? അയ്യേ, ഞാനെങ്ങല്ല മോശമല്ലേ. പാലിരിക്കുന്നു. ഇവിടെ കുറേ മുണ്ടക്കയംകാർ താമസിക്കുന്നുണ്ട്. ഇപ്പം അവർ ഇവിടെ താമസിച്ച് പണിയുന്നത് നമ്മുടെ അടുത്തല്ല, മേളില്ല. രാവിലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവർ പോകും, വൈകിട്ട് ചിലപ്പം വരും. ചില ദിവസങ്ങളിൽ കാണാം. അവരാ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലോൺ എടുത്തത്. ആ ലോണ് കൂടാതെ തന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പിന്നെ അവരുടെ സർക്കാരിൽ നിന്ന് അവർക്ക് ലോൺ കാണുമല്ലോ, അത് കിട്ടി കാണും. പിന്നെ അനിയച്ചാരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടാൻ നിർത്തുന്ന എല്ലാം പൈസ മേടിച്ച് കടമാക്കി വെച്ച് പോവുക. അപ്പോൾ ഇവന് ഇതിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അവർ പറയുന്നത് അവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെന്നാണ് പറയുന്നത് അടയ്ക്കാൻ. ഒറ്റ പൈസ ഇരുന്ന് എന്നെ അവസ്ഥയാണ് നോക്കണം. അപ്പോൾ ഒരു 2 പേർ കൂടെ കുറഞ്ഞത് ഒരു 2 ലക്ഷം രൂപ ശമ്പളം കാണും. എന്നിട്ടാണ് ഹാപ്പി വിഷു. നിൽക്കുന്നില്ല എടി പെണ്ണ, ഞാൻ പോവാ. എടി അതെന്തിനാ കളയുന്ന തൈര? അയ്യോ, ഇത് ഉറ ഒഴിക്കാന്ന്. വേണ്ട, എനിക്കുണ്ട് അവിടെ. എന്നാ പിന്നെ അവിടെ എങ്ങനെ വെക്ക്. എന്നാ കള. എടി ഞാൻ പൊക്കോട്ടെ. എടി എന്നാ പിന്നെ വീട്ടിൽ കൊണ്ടുപോവാ. എന്നിട്ട് അഴുക്കാണെങ്കിൽ മാത്രം കളഞ്ഞാൽ പോരെ? വീട്ടിൽ കൊണ്ടുപോയിട്ട് അഴുക്കാണെങ്കിൽ മാത്രം നോക്കട്ടെ. തൈരിൻ്റെ മണമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ നീ വീട്ടിൽ കൊണ്ടുപോയിപ്പോ. എന്നത്തേത്? ഇന്നലത്തെ ഇവിടെ വെച്ച അഴുക്കായി കാണും ഈ ചൂടത്ത്. ബാത്റൂമിൽ കളന്നാ?
അല്ല ഇവിടെ വന്നാൽ വെറുതെ കളഞ്ഞു. ഞാൻ പോവാ, ഒന്ന് പോകാൻ പറ എന്നോട്. ഞാൻ പോവാ. ടാറ്റ. അയ്യോ ഇട്ടു. ആ പോയേക്കുവാ. ഇല്ല പോവാ, എനിക്ക് അവിടെ വരെ ഒരു സംഭവം പോകണം, ഒരു ഫോട്ടോ ഷൂട്ട്. അപ്പം അതിന് പോകണം. എവിടെയാ? ഇവിടെ മുണ്ടക്കയത്തെ വിഷുവൊക്കെ അല്ലേ, സെറ്റ് സാരിയൊക്കെ കൊടുത്തൊന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ച് പോവാണേ. ആ അവൾ വെള്ളം ഓടിക്കാൻ പോയി. അല്ല സാരി എടുത്തൊരു ഫോട്ടോ. സാരി എടുത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേട്ടൻ്റെ കൂട്ടുകാരനൊരു പാർലറിൽ നിൽപ്പുണ്ട്, റാസ്. നമ്മൾ വിളിച്ച് ചെല്ലാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവും എന്തോ. സാരിയൊക്കെ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല അധികം, എന്നാലും ചെല്ലാം. ഞാൻ വരാം, ഇപ്പോൾ ഉണ്ണാൻ വരുമ്പോൾ എടുത്തോളാവേ. ശരി, അതിൻ്റെ കയറി വരുമോന്ന് ചോദിച്ചേ. എന്നാടാ അമ്മ ഇരിക്കുന്നു മോനെ എവിടെ? എൻ്റെ പൊന്നോ, ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പറയാനൊരു വേറൊരു വാക്കുകളില്ല. ചൂടിനും മേലെ വല്ലതും ഉണ്ടോ? അതാണ് കണ്ടോ, ഇങ്ങനെ ഒഴുകാണെന്ന്. നമ്മളൊക്കെ ഒരുമാതിരി കറുത്ത് പിടയ്ക്കുന്നതിൻ്റെ ആണോ? തലവേദന എടുക്കുകയാണ്. പോയിട്ട് വരട്ടെ, ചെറിയ ഫോട്ടോഷൂട്ട്. മയിൽപ്പീലി വേണമെന്ന് പറഞ്ഞ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇത് മതി. ഓക്കെ, ചൂട് കൂടി എല്ലാം നശിക്കുമെന്ന് തോന്നുന്നല്ലോ. സിംബ ഈ വെയിലത്തിറങ്ങുന്ന കാര്യമാണ് പാട്. ഇതാണ് സായി ബ്യൂട്ടി സലൂൺ. അമ്മ കുഴപ്പമില്ല. കഴിച്ചടാ. ഒരു ജെസിമോളോ കണ്ടായിരുന്നോ? ആ
ആ കൊച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആരാന്നോർത്ത് എൻ്റെ തന്നിട്ട് ചോദിച്ചു പോയി അല്ലേ പാവം. നീയാ ഇപ്പൊ ഇറക്കാന്ന് പോണേ. എനിക്ക് ഞാൻ ഒന്ന് എടുക്കട്ടെ. എന്തേലും ഒക്കെ ഇട് എൻ്റെ അമ്മ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാന്നറിയോ, നിങ്ങൾ ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങള് പൊന്നോ കാണിച്ച് കാണുന്നേ. കണ്ണീര് കാണുമോ? എന്റെ കണ്ണീര് കാണുമോ? എന്റെ കണ്ണിലോ? അതിനല്ലേ കണ്ണാടി വെച്ചു. ഞെക്കിയത് എവിടെ? ഇവിടെ ആയിരുന്നോ? അവിടെ ഞെക്കല് മതി. കഴിച്ചോടി. അത് വിഷു 1-ാം തീയതി അല്ലേ സാധാരണ, പക്ഷെ ഇന്ന് 2-ാം തീയതി പ്രാവശ്യം. അതാണ് എന്നോട് നര കാണുന്നുണ്ടോ? ഹലോ ഹലോ, കുട്ടിക്കൽ റോഡിൻ്റെ അവിടെ, കുട്ടിക്കൽ റോഡ് താഴെ കാണാം. മറ്റേ മഞ്ഞ മറ്റേ ഇതിൻ്റെ വിഷു വീടിൻ്റെ അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു കണിക്കൊന്നും മേടിച്ച് പിടിച്ചാൽ മതി എന്ന് ചേച്ചി പറഞ്ഞു. യെസ്.
ഇതെല്ലാം പോയി കാണും ബെൽറ്റ് ഇട്ട്. മയിൽപ്പീലി ഒടിഞ്ഞു പോയി. നാരായണി ഓടിക്കും. നാരായണിയുടെ മയിൽപ്പീലി അത്. ആനയുള്ളത് കൊണ്ടാണോ ആനക്കുളം? പിന്നെ ഇവിടെ ആനയുണ്ടോ? ഉണ്ടെന്നേ. കൊള്ളാലോ. ആനക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നട തുറന്നേക്കുവാ. കാണുന്നുണ്ട്. അടിപൊളി. നമുക്ക് നോക്കാം. തുറന്നേക്കുവാണ്. ഞാൻ ചേട്ടനോട് വരാൻ പറഞ്ഞ സമയത്ത് തന്നെ ആ വിഷവായം കൊണ്ടുള്ള ബ്ലോക്കാണ്. അല്ല തന്നെ ബ്ലോക്ക് ഈയിടെയായിട്ട് ഇപ്പം ഉണ്ടാക്കത്തെ കാര്യം നടക്കില്ല. എല്ലാരും പോകുന്നു. അത് കൺവേർഷൻ അല്ല, അത് ന്യൂ കണക്ഷനാ. ഞാൻ പറയുന്നത് എനിക്ക് ഇത്ര നിങ്ങളുടെ മോള് ഉണ്ടോ നിങ്ങളുടെ മോളല്ലേ എന്നാ ഉള്ളതെന്ന് ചോദിച്ചു. എന്റെ 1 ലക്ഷം രൂപ സാധനം അടുത്ത ആഴ്ച 3 ദിവസം അവധിയാണ്. എന്നാ ബോഡി സെറ്റ് ചെയ്യാൻ എന്നാ ഇത് അടുത്ത ആഴ്ച. തിരക്കില്ലെങ്കിൽ അകത്ത് വെച്ച് 2 ഫോട്ടോ എടുക്കാം. ആ
കുട്ടിയെ വന്നിട്ട് കണ്ടാൽ പേടിക്കും. ഇറങ്ങിയത് എവിടെ ലോക്ക് പറഞ്ഞില്ലേ? ഇല്ലെന്ന് ഇവിടെ ഞാൻ എടുത്തുതരാം. എടുത്തോ? ആയില്ല. വീടാ അപ്പുറത്തോട്ടാണോ? അല്ലല്ല ഇവിടെ തന്നെ. ജയയുടെ ഓരോ കേസാണ്. ചുമ്മാ കിടന്ന് വട്ടം കറങ്ങുവാണ്. അയ്യേ അയ്യേ നീ ഇങ്ങനൊക്കെ ഇല്ല അതുകൊണ്ട് ഓ എന്നെ ഇരിക്കുന്നു താടിയില്ല വെട്ടി പറഞ്ഞല്ലോ കുറച്ച് ബാക്കി കൂടെ ഉണ്ടാവോ എനിക്കാ ഓ ഇവളൊക്കെ ഒരു വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറേ ആൾക്കാർ കാപ്പി കാപ്പിയൊന്നും വേണ്ട എനിക്ക്. അവസാനം വേണോ? വെറുണ്ടോ? എന്നാ ശരി. അതിന് വേണ്ടി പുള്ളിക്കാരി വെള്ളം വെച്ചല്ലാതെ ആ മൊത്തം പറഞ്ഞിട്ട് നീ കുട്ടി കാണിക്കുന്നേ കറക്റ്റ്. അതാ മൊത്തം പറഞ്ഞെങ്കിൽ അതും പറഞ്ഞേ അല്ല പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഈ മുടി വെട്ടി 3/4 മണിക്കൂർ കൊണ്ട് എഴുതുന്ന 120 രൂപ വെച്ചു വേറെ പണിയൊന്നും കേറിയ മുഴുവൻ മുടി പോകണം. നിന്നെ ഉദ്ദേശിച്ച പറഞ്ഞ നിന്നെ ചേട്ടാ അന്നേരം ഇവിടെ വന്നിട്ടില്ലേ? ഇല്ലേ? ഞാൻ അവിടുത്തെ ചമ്മച്ചന്റെ ഇവിടെ ആയിരുന്നു. മുടി വെട്ടുന്ന ഇന്ന് എന്തോ കേസ് ഞാൻ ചേച്ചിയോട് പറഞ്ഞേ നിങ്ങൾ എൻ്റെ പോയാൽ എനിക്കൊരു വീഡിയോ എടുക്കല്ലോ. ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു കൂറ ലുക്കാണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ ആൾക്കാരോട് പറഞ്ഞാൽ സമ്മതിക്കുകയല്ല. അവർ പറയുന്ന ഞാൻ ഡൈ ഒക്കെ ചെയ്താൽ വൻ സെറ്റപ്പാകുന്നു. പക്ഷെ എനിക്കിത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്നതുകൊണ്ട് മാത്രം ചെയ്തൊരു പൂള പരിപാടിയാണ്. എന്നെ വൃത്തികേടാൻ തോന്നിക്കുക എനിക്കൊരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല ഈ സാധനം.